ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മങ്കൂട്ടത്തിനെ പുറത്താക്കിയ കോൺഗ്രസ് തീരുമാനത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത് വന്നിരിക്കുകയാണ്. പരാതി വരുന്നതിന് മുൻപ് തന്നെ സസ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം ഏകകണ്ഠമായി തീരുമാനിച്ചു. രണ്ടാമതൊരു പരാതി കെ.പി.സി.സി പ്രസിഡന്റിന് കിട്ടിയപ്പോൾ തന്നെ മുഴുവൻ നേതാക്കളും ചേർന്ന് ഏകകണ്ഠമായി പുറത്താക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇത് ഇന്നലെ പ്രഖ്യാപിച്ചോ ഇന്ന് പ്രഖ്യാപിച്ചോ എന്നതിൽ പ്രസക്തിയില്ല. എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. ഇത്രയും ഗൗരവമുള്ള കേസ് വന്നപ്പോൾ തന്നെ ആരോപണ വിധേയന് കുടപിടിച്ചു കൊടുക്കാനോ അയാളെ രക്ഷപ്പെടുത്താനോ ശ്രമിക്കാതെ പരാതി പോലീസിന് കൈമാറി. AKG സെന്ററിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പൊടി പിടിച്ചും മാറാല പിടിച്ചും നിരവധി പരാതികളുണ്ട്. കോൺഗ്രസിന്റെ നടപടി മാതൃകയാക്കി മാറാല പിടിച്ച് കിടക്കുന്ന പരാതികൾ ഇനിയെങ്കിലും പോലീസിന് കൈമാറിയാൽ നന്നായിരിക്കും. ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി നടക്കുന്നവരോടുള്ള അഭ്യർത്ഥനയാണ് ഇത് എന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയാണ്. സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ പോലും പരാതി കിട്ടിയിട്ടില്ല. ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത്. ഇപ്പോഴാണ് ആദ്യമായി ഒരു പരാതി കിട്ടിയത്. അത് പോലീസിന് കൈമാറി. പോലീസ് FIR ഇട്ടപ്പോൾ ആരോപണ വിധേയനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു. പാർട്ടിക്ക് പുറത്തായ ആൾ രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. രാജ്യത്തോ സംസ്ഥാനത്തോ ഒരു പാർട്ടിയും ഇതുപോലെ തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനത്തെ ചില മാധ്യമങ്ങൾ സൈഡ് ലൈൻ ചെയ്ത് സാങ്കേതികത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഈ സാങ്കേതികത്വമൊന്നും റേപ്പ് കേസിലെ പ്രതി CPM MLA ആയിരിക്കുമ്പോൾ അവിടെ പോയി ആരും ചോദിച്ചില്ലല്ലോ. ഞാൻ മറുപടി പറയാതിരിക്കാൻ കാട്ടുന്ന ഈ ചോദ്യം ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ടോ? റേപ്പ് കേസിലെ പ്രതിയാണ് അവിടെ MLA ആയിരിക്കുന്നത്. അതൊന്ന് ചോദിക്കേ. എത്ര കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളെയാണ് പാർട്ടി കോടതി തീരുമാനിച്ച് പാർട്ടിക്കുള്ളിൽ നടപടിയെടുത്തത്? ആലപ്പുഴയിൽ സ്ത്രീകൾ പരാതി നൽകിയതിനെ തുടർന്ന് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയവരെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കിയിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഇനി പിണറായി വിജയനോട് ചോദിക്കണം. കോൺഗ്രസ് ഇങ്ങനെയൊന്നും തീരുമാനിക്കുമെന്ന് CPM പ്രതീക്ഷിച്ചില്ല. അവർ ആഗ്രഹിച്ചത് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ ഇത് ലൈവാക്കി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിശക്തമായ വികാരത്തെയും ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. രാവിലെ പരാതി കിട്ടുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തലേ ദിവസമേ അറിയാമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനും ഇയാളെ അറസ്റ്റ് ചെയ്യണമായിരുന്നുവെങ്കിൽ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ മതിയായിരുന്നു. അറസ്റ്റ് ചെയ്യണമെന്നോ കേസെടുക്കണമെന്നോ അല്ലായിരുന്നു അവരുടെ താല്പര്യം. തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം ലൈവാക്കി നിർത്തണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു സർക്കാരിന്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയായ തീരുമാനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അഭിമാനത്തോടെയാണ് കോൺഗ്രസ് നിൽക്കുന്നത്. CPM പണ്ട് മുതൽക്കേ കിട്ടിയ പരാതികൾ പോലീസിന് കൈമാറി പോലീസിനെ കൊണ്ട് നടപടി എടുപ്പിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നും വി.ഡി. സതീശൻ ചോദിക്കുകയാണ്.